ഈവനിങ് സ്നാക്കാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇതൊരു പുതിന വട. നമ്മൾ സാധാരണ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കാറുള്ള കടലപ്പരിപ്പില്ലേ, വടപ്പരിപ്പ് എന്നൊക്കെ പറയുന്നത്, ആ പരിപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ വട തയ്യാറാക്കുന്നത്. ഇനി ഇതിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന്, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 1 കപ്പ് കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ പച്ചരി. ഇത് 1 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് 1/2 കപ്പ് മല്ലിയില അരിഞ്ഞത്, 1/2 കപ്പ് പുതിനയില അരിഞ്ഞത്, ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, പിന്നെ ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ. ഇനി നമുക്ക് വടയ്ക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇഞ്ചിയും പച്ചമുളകും കൂടെ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്കിനി കുതിർത്ത് വെച്ച കടലപ്പരിപ്പും പച്ചരിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ. നമ്മളിത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് അരയ്ക്കരുത്. നമ്മൾ പതുക്കെ പതുക്കെ ഷോർട്ട് ഇൻ്റർവെൽസിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് വേണം ഇത് ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില, മെഷറിംഗ് കപ്പ് ഉള്ളവർക്ക് ഒരു 1/2 കപ്പ് മല്ലിയില അരിഞ്ഞതായിടേണ്ടത്. മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർ കണ്ടോ, കയ്യിൽ ഇതുപോലെ എടുക്കത്തക്കവണ്ണം ഒരു പിടി മല്ലിയില അരിഞ്ഞത് ചേർക്കണം. നമ്മൾ പുതിന വടയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ മല്ലിയിലയെക്കാട്ടിൽ കൂടുതൽ പുതിനയില വേണം. മല്ലിയില എടുത്തതിൻ്റെ ഒരു ഇരട്ടി കൂടുതൽ വേണം പുതിനയില എടുക്കാൻ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഈ പുതിനയിലയും മല്ലിയിലയും ഒക്കെ ഇതിനകത്ത് നന്നായിട്ടൊന്ന് ഞെരടി വേണം ചേർക്കാൻ. എന്നാലേ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇതിനകത്ത് ഇറങ്ങുള്ളൂ. ഇനി നമുക്കിത് നമ്മൾ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു ഷേപ്പിൽ പരത്തിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളെല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഫ്ലെയിം മീഡിയം ആയിരിക്കണം എപ്പോഴും. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും, അകം വേഗത്തുമില്ല. അപ്പോൾ നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പതയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മളിതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നോക്കണം ഇതിൻ്റെ കളറൊക്കെ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ടോ, കരിഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതെന്ന് നോക്കണം. ഇതുണ്ട്, ഇപ്പം പതയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ വട മൂത്ത് തുടങ്ങിയെന്നാണ്. അപ്പോൾ നമുക്കിനി അത് കോരാം. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള വടയും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ പുതിന വട റെഡി. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ ഒന്ന് അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.